ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ നിക്കാഹാണെന്ന്. സോ ആ നിക്കാഹിന് പോണതിൻ്റെ ഒരു കുഞ്ഞു മിനി വ്ളോഗാണ്. ഉച്ചക്കാണ് പരിപാടി വരുന്നത്. അപ്പോൾ രാവിലെ ഒരു കുറച്ച് നേരമായപ്പോൾ തന്നെ ഞാൻ റെഡിയായി. പിന്നെ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ റെഡിയായി. പിന്നെ കാക്കുൻ്റെ അടുത്ത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു കല്യാണം ഉണ്ട്, അപ്പം എന്നെ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ണാർക്കാട് വരെ ബസ്സിന് പോകണ്ടല്ലോ, ഓൻ ആക്കി തരുമോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെയാണ് എനിക്കതിലെ ഒരു ചതി മനസ്സിലായത്. ഞാൻ ഓൾറെഡി റെഡിയായി, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഓൻ്റെ റെഡിയായാൽ കഴിയണില്ല. ഞാൻ റെഡിയായി പിന്നെ ഒരു അരമണിക്കൂറാണ് ഞാൻ ഓനിക്ക് വേണ്ടി കാത്തുന്നത്. അങ്ങനെ അവസാനം ഓൻ്റെ ഒക്കെ ഒരുങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കല്യാണത്തിനാണല്ലോ പോണത്. അപ്പോൾ പിന്നെ മുടിയൊക്കെ പാറി കൊളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടം ഇങ്ങനെ ഇട്ടതാണ്. ഒന്നാമത് ഞാൻ എങ്ങനെയൊക്കെ അത് റെഡിയാക്കി വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ കാറ്റത്ത് വീശി മുടി പാറി ആകെ കൊളായി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ട്രിക്ക്? അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തി. നമ്മൾ ആദ്യം തന്നെ ഗിഫ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്നലെ തന്നെ നമ്മൾ ഓൾറെഡി ഒക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് എടുക്കണമല്ലോ, ഗിഫ്റ്റ് ഇല്ലാതെ എങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ നിക്കാഹിന് പോവുക. അങ്ങനെ അതൊക്കെ സെറ്റായി. നമ്മൾ അവിടെ നിന്ന് നേരെ ഓട്ടോ എടുത്തിട്ട് നേരെ അവളുടെ വീട്ടിൽ പോയി. അവളുടെ വീട്ടിലായിരുന്നു പരിപാടി. എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ എത്താൻ കുറച്ച് നേരം വൈകി. പക്ഷേ എത്തിയപ്പോഴത്തേനും മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ചെറുക്കനും ടീംസൊക്കെ വന്നു. അങ്ങനെ പിന്നെ സ്റ്റേജിൽ കൈ പിടിച്ച് കയറുന്ന പരിപാടി, പിന്നെ മഹറിട്ട് കൊടുക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടിയാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൽ കൂടെ കുറച്ച് തേരാപ്പാര നടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ സേലാൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. പിന്നെ ഓളും ആ ടൈമിൽ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ നമ്മൾ ബൈ ബൈ പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ ഈ ബാഗിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ പിന്നെ നമ്മൾ മൂന്നാളും വിഭജിച്ച് അവരവരുടെ വീട്ടിൽ പോയി. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വേറെ ആരുടെയും നിക്കാഹുമായിട്ട് വരാം. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.